പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേസിലെ പ്രധാന പ്രതി അഖിലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കേസിൽ ഇതുവരെ 7 പ്രതികളാണ് പിടിയിലായത്. ഇന്ന് പാലക്കാട് നിന്ന് പിടികൂടിയ പ്രധാന പ്രതി അഖിലാണ് ഒടുവിൽ അറസ്റ്റിലായത്. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റ് പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു. ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും ആത്മഹത്യക്കിടയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം ഏറ്റുവെന്നും കുറ്റക്കാർ ആരും രക്ഷപ്പെടരുത് എന്നടക്കമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്, അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കേസിൽ പ്രതികളായ SFI യൂണിറ്റ് സെക്രട്ടറി, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ 11 പ്രതികളെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KSUവിന്റെ തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രതിഷേധിക്കും. 24 വയനാട്.